ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. തേങ്ങ അരയ്ക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്നൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഏവർക്കും വളരെ ഈസിയായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് കടുകിടുകയാണ്. കടുകിട്ട ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ഇടുക. എന്നിട്ട് ഏകദേശം ഒരു 10-15 കൊച്ചുള്ളി ചെറുതായിട്ട് കീറിയെടുത്തതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. കൊച്ചുള്ളി മാത്രമല്ല, ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഉണ്ട്, അതും കൂടെ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നതാണ്. ഉള്ളി 2 മിനിറ്റ് ഇളക്കി ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്. നന്നായിട്ടത് കളർ ചേഞ്ച് ചെയ്ത് ഗോൾഡൻ കളറിലോട്ട് പോകാനായിട്ട് കാത്ത് നിൽക്കേണ്ട, ഇത്ര മതിയാവും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 2 തക്കാളിയാണ് ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത തക്കാളിയുടെ ആ ജ്യൂസ് ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ തക്കാളിയുടെ ആ ഒരു പച്ച മണമുണ്ടല്ലോ അതൊന്ന് മാറണം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ഇടുകയാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഈ മീൻകറിക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങ ചേർക്കാനാണ് ഈ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻകറിയുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് തയ്യാറാക്കാനായിട്ടൊന്ന് നോക്കണം. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ പേരറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, കമൻസ് ഇടണം. എല്ലാ ഹെൽപ്പും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മസാലക്കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നോക്കാം. ആദ്യമേ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിന് മുകളിൽ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. ലോ ഫ്ലെയിമിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചൂടായ വെള്ളം ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലക്കൂട്ടും എല്ലാം ചേർത്ത് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏകദേശം 4 ചുളയോളം പുളി. അത് ഞാനിവിടെ കുടംപുളിയല്ല എടുക്കുന്നത്, നമ്മൾ സാധാ നാടൻ പുളിയാണ് എടുക്കുന്നത്. അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറാണ് ചേർക്കുന്നത്. അതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് അനുവദിക്കണം. നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഇതൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ഉടനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് സ്പൂണോ കരണ്ടിയോ തവിയോ ഒന്നും ഇടാനായിട്ട് പാടില്ല. ചേർത്ത ഉടനെ ആയതുകൊണ്ട് നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് മീൻ കഷ്ണങ്ങളിലോട്ട് ചേരാനായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം, വളരെ സോഫ്റ്റായിട്ട്. ഇനി നമുക്കിതിലോട്ട് സ്പൂണൊന്നും ഇടാൻ പാടില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 7-8 മിനിറ്റ് വേവിക്കാനായിട്ട് നോക്കുക. അപ്പോഴത്തേക്ക് കറി ഏതാണ്ട് പാകമാവും. ഉപ്പ് വേണമെങ്കിൽ ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ നോക്കിയിട്ട് അതിൻ്റെ പാകത്തിന് ഇടാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. നിങ്ങളും ഇത് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് ശ്രമിച്ച് നോക്കണം. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 7-8 മിനിറ്റ് ഒന്ന് ഇടിക്കാനായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഗൈസ്, നമ്മുടെ മീൻകറി അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് ഞാൻ 1-2 തവണ ഇങ്ങനെ ചട്ടി എടുത്ത് അതിൻ്റെ അകത്ത് സ്പൂൺ ഇട്ടുകൂടാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ കറി ഏതാണ്ട് പാകമായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു മീൻ കറിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിതെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കെല്ലാം കമൻറ്റ് ബോക്സിലിടണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കമൻറ്റ് ബോക്സിലിടുന്നത് കണ്ടാൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ ഡിഷസ് വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത ദിവസം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ടു ആൾ.